ഓക്കെ, അപ്പോൾ എല്ലാവരും എക്സാമൊക്കെ കഴിഞ്ഞ് ഹാപ്പി ആയിട്ടിരിക്കുകയായിരിക്കും. അപ്പോൾ നമുക്കൊന്ന് ഈ ക്വസ്റ്റ്യൻസിൻ്റെ ഒക്കെ ആൻസർ ഒന്ന് നോക്കാം അല്ലേ. നിങ്ങൾ എഴുതിയ ആൻസറൊക്കെ ശരിയാണോ എന്ന് നോക്കാം. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ ഇങ്ങനെയൊരു സ്റ്റോറി തരും, എന്നിട്ട് അതിൽ നിന്ന് ക്വസ്റ്റ്യൻ ആൻസർ ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഈ സ്റ്റോറി നിങ്ങളെല്ലാവരും വായിച്ചു കാണുമല്ലോ. ഒരു 10 വയസ്സുള്ള മഹേഷ് എന്ന് പറയുന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു. അവൻ കളിക്കാൻ പോകും അല്ലേ. ഒരു ഞായറാഴ്ച വൈകിട്ട് ഫ്രണ്ട്സിൻ്റെ കൂടെ കളിക്കാൻ പോകും. വൈകുന്നേരം വരെ ഇരുന്ന് കളിക്കും. ഫുൾ ഡാർക്കായപ്പോൾ അവൻ പറയും അവന് വീട്ടിൽ പോകണമെന്ന് പറയും. അവന് ഓടിപ്പോവും. പക്ഷേ എന്നിട്ടോ മൊത്തം ഡാർക്കായതുകൊണ്ട് അവന് വഴി മനസ്സിലാവില്ല. അവന് എങ്ങോട്ട് പോകേണ്ടതെന്നറിയില്ല. അവൻ്റെ അടുത്തൊന്നും ആരുമില്ല അല്ലേ. അവനാകെ പേടിക്കും. എന്നിട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ അവൻ്റെ മുത്തശ്ശൻ പറഞ്ഞത് അവൻ ഓർക്കും. ഇങ്ങനെ എപ്പോഴെങ്കിലും വഴി തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ഒരു മരത്തിൻ്റെ മുകളിൽ കയറി നിന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ മഹേഷ് അതുപോലെ ചെയ്യും. ഓടി ഒരു വലിയ മരത്തിൻ്റെ മുകളിൽ കയറും. അപ്പം കുറച്ച് ദൂരെയായിട്ട് എന്ത് കാണും? ഒരു വെളിച്ചം കാണും അല്ലേ. ഒരു വെളിച്ചം ഇങ്ങനെ മിന്നി മറിയുന്നത് കാണും. അങ്ങനെ മഹേഷ് മരത്തിൻ്റെ മുകളിൽ നിന്ന് ഇറങ്ങിയിട്ട് അങ്ങോട്ടേക്ക് ഓടിപ്പോവും. വെളിച്ചം കണ്ട സ്ഥലത്തേക്ക് ഓടിപ്പോവും. അവിടെ എത്തുമ്പോഴാണ് അറിയുന്നത് അതൊരു കടയാണെന്ന്. അപ്പോൾ കടക്കാരൻ ചോദിക്കും എന്താ വേണ്ടത് എന്ന് ചോദിക്കും. അപ്പോൾ പറയും ഐ ലോസ്റ്റ് മൈ വേ, ഐ നീഡ് ടു കോൾ മൈ ഡാഡ്. എനിക്ക് വഴി തെറ്റി, എനിക്ക് എൻ്റെ അച്ഛനെ വിളിക്കണം എന്ന് പറയും. അപ്പം കടക്കാരൻ പറയും ഹിയേഴ്സ് ദ ഫോൺ ഇതാ, എന്നിട്ട് എടുത്തോളാൻ വേണ്ടി പറയും. അപ്പം മഹേഷ് പറയും താങ്ക് യു അങ്കിൾ എന്ന് പറയും. എന്നിട്ട് മഹേഷ് കോൾ ഹിസ് ഫാദർ ആൻഡ് ടോൾ ദ മാറ്റർ. അച്ഛനെ വിളിച്ചിട്ട് കാര്യം പറയും. ദെൻ ഹി വെയിറ്റഡ് ദർ ഫോർ ഹിസ് ഫാദേഴ്സ് അറൈവൽ. എന്നിട്ട് അച്ഛൻ വരുന്നത് വരെ അവിടെ വെയിറ്റ് ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. വൺ സൺഡേ ആഫ്റ്റർനൂൺ മഹേഷ് വെൻറ്റ്. എന്തിനാണ് മഹേഷ് പോയത്? ടു പ്ലേ വിത്ത് ഹിസ് ഫ്രണ്ട്സ് അല്ലേ. ബി ആണ്, ടു പ്ലേ വിത്ത് ഹിസ് ഫ്രണ്ട്സ്. വൈ വാസ് മഹേഷ് അപ്സെറ്റ്? അപ്പോൾ അതിൻ്റെ ആൻസറാണ് മഹേഷ് ലോസ്റ്റ് ഹിസ് വേ, ദ സറൗണ്ടിങ്സ് വെർ അൺഫെമിലിയർ, ദർ വാസ് നോ വൺ അറൗണ്ട് അല്ലേ. അതുകൊണ്ടാണ് മഹേഷ് അപ്സെറ്റ് ആയത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ഔട്ട് ദ വേർഡ് ഫ്രം ദ പാസേജ് ദാറ്റ് മീൻസ് ഷൈനിങ് അൺസ്റ്റേറ്റ്ലി. ഇപ്പോൾ ഷൈനിങ് എന്ന് പറഞ്ഞാൽ തിളങ്ങുകയാണെന്ന് നമുക്കറിയാം അല്ലേ. അപ്പോൾ അതിനോട് മാച്ച് ചെയ്തിട്ടുള്ള ഏതെങ്കിലും വേർഡ്സ് ഉണ്ടോ നോക്കൂ. ഈ വരി ശ്രദ്ധിച്ചോളൂ. ഹി നോട്ടീസ്ഡ് എ സ്മോൾ ലൈറ്റ് ഫ്ലിക്കറിങ് അറ്റ് എ ഡിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ ഫ്ലിക്കറിങ് ആണ് ആ വേർഡ്. ഓക്കെ, അവിടെ എഴുതിയിട്ടുണ്ട്. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് യു ആർ ലോസ്റ്റ് ട്രൈ ക്ലൈംബിങ് എ ട്രീ ടു സീ വേർ യു ആർ. നീ എപ്പോഴെങ്കിലും ഒറ്റപ്പെട്ട് പോയിട്ടുണ്ടെങ്കിൽ ഒരു മരത്തിൻ്റെ മുകളിൽ കയറി നോക്കുക, നീ എവിടെയാണെന്നുള്ളത് മനസ്സിലാവും. ഹൂ സെഡ് ദിസ്? ഇതാരാ പറഞ്ഞത്? മഹേഷിൻ്റെ ഗ്രാൻഡ് ഫാദർ ആണല്ലേ. അപ്പം ബി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ക്വാളിറ്റി ഡു യു ഫൈൻഡ് ഇൻ മഹേഷ്? മഹേഷിൽ എന്ത് ക്വാളിറ്റി ഉള്ളത്? പ്രസൻസ് ഓഫ് മൈൻഡ് ഉണ്ടല്ലേ. അതുകൊണ്ടാണ് മഹേഷിൻ്റെ അപ്പൂപ്പൻ പറഞ്ഞത് അന്ന് മഹേഷിന് ഓർമ്മ വന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു ഡയറി എൻട്രി എഴുതാനാണ്. മഹേഷ് വാസ് ഹാപ്പി ദാറ്റ് ഹി റീച്ച്ഡ് ഹോം സേഫ്ലി. ഹി റോട്ട് ഹിസ് എക്സ്പീരിയൻസ് ഇൻ ഹിസ് ഡയറി. അപ്പം വീട്ടിലെത്തിക്കഴിഞ്ഞതിന് ശേഷം അവൻ്റെ എക്സ്പീരിയൻസ് എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ നമ്മളൊരു സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഒരു ഡേറ്റ് വേണം, ദിവസം വേണം, ടൈം വേണം. എന്നിട്ടോ നമ്മൾ എഴുതി തുടങ്ങാണ്. ഓ സച്ച് എ ഹൊറിബിൾ ഡേ, ഐ ഡോണ്ട് നോ വാട്ട് ഹാപ്പൻ ടു മീ, ഐ ലോസ്റ്റ് മൈ വേ, ഐ വാസ് സോ സ്കാഡ്, ഓൺലി ഗ്രാൻഡ്പാസ് അഡ്വൈസ് സേവ്ഡ് മീ, ഗോഡ് ഐ വിൽ നെവർ റിപ്പീറ്റ് ദിസ്. ഓക്കെ, മനസ്സിലായല്ലോ. ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങളൊന്നുകൂടെ വായിച്ച് നോക്കുക. അപ്പോൾ ഡയറി എൻട്രിയിൽ നമ്മൾ ഇമോഷൻസും എക്സൈറ്റ്മെൻറ്റും ഒക്കെ നമുക്ക് എഴുതാമല്ലേ. നമ്മൾ എങ്ങനെയാണോ ഡയറി എഴുതുന്നത് അതുപോലെ. സച്ച് എ ഹൊറിബിൾ ഡേ, ഒന്ന് വല്ലാത്തൊരു ദിവസമായിരുന്നു, എനിക്കറിയില്ല എന്താ സംഭവിച്ചതെന്ന്, എൻ്റെ വഴി തെറ്റിപ്പോയി. ഓൺലി ഗ്രാൻഡ് പാസ് അഡ്വൈസ് സേവ്ഡ് മീ, ഗ്രാൻഡ് പ തന്ന ഉപദേശമാണ് എന്നെ സേവ് ചെയ്തത് അല്ലേ. ഞാൻ ഒരിക്കലും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യില്ല. അത്രയാണ് ഡയറി എൻട്രി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു കോൺവെർസേഷനാണ്. അപ്പം ഇറ്റ് വാസ് ഓൾമോസ്റ്റ് ലേറ്റ് നൈറ്റ്, രാജ ഡിഡിൻ റിട്ടേൺ ഹോം. രാജ തിരിച്ചു വന്നില്ല. ഗ്രാൻഡ് ഫാദർ ആൻഡ് ഗ്രാൻഡ് മദർ വേർ വെറീഡ്. റൈറ്റ് ദ പോസിബിൾ കോൺവെർസേഷൻ ബിറ്റ്വീൻ ഗ്രാൻഡ് ഫാദർ ആൻഡ് ഗ്രാൻഡ് മദർ. നമ്മളിത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഗ്രാൻഡ് ഫാദറും ഗ്രാൻഡ് മദറും തമ്മിലുള്ള കോൺവെർസേഷൻ അല്ല പറഞ്ഞതല്ലേ. അപ്പോൾ നമുക്കൊന്ന് നോക്കാം എങ്ങനെ എഴുതാമെന്ന്. ഗ്രാൻഡ് മദർ ചോദിക്കും വേർ ഇസ് മൈ ചൈൽഡ്. അപ്പോൾ ഫാദർ പറയും ഐ ഡോണ്ട് നോ, ഐ സെർച്ച്ഡ് എവ്രിവെയർ. അപ്പം ഗ്രാൻഡ് മദർ പറയും ദെൻ ഗോ ടു പോലീസ് സ്റ്റേഷൻ ആൻഡ് ഇൻഫോം ഹീ ഈസ് മിസ്സിങ്. അവൻ മിസ്സിങ് ആണെന്ന് പോലീസിനോട് പറയാൻ പറയും. അപ്പം ഗ്രാൻഡ് ഫാദർ പറയും ഓക്കെ ഡോണ്ട് ക്രൈ, ഐ ഓൾറെഡി ഇൻഫോംഡ് അവർ റിലേറ്റീവ്സ് ആൻഡ് നൈബേഴ്സ് എന്നും കൂടി നിങ്ങൾ ചേർക്കണം കേട്ടോ.
വി ക്യാൻ വെയിറ്റ് ഫോർ സം മോർ ടൈം. നമുക്ക് കുറച്ച് നേരം കൂടി അവന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഗ്രാൻഡ് മദർ പറയും ഓക്കെ ദെൻ ഡോണ്ട് ബീറ്റ് ഹിം ഇഫ് ഹി റിട്ടേൺ. അവൻ തിരിച്ചു വരികയാണെങ്കിൽ അടിക്കരുതെന്ന് പറയും അല്ലേ. അപ്പം ഗ്രാൻഡ് ഫാദർ പറയും നോ നോ ഹീ ഈസ് മൈ ചൈൽഡ്, ഐ വോണ്ട് ബീറ്റ് ഹിം. ഓക്കെ, നിങ്ങളത് പോസ് ചെയ്തിട്ട് എഴുതിയെടുക്കാം. ഇതൊരു സാമ്പിൾ മാത്രമാണ് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഇൻവിറ്റേഷൻ കാർഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ദ പ്രിൻസ് ഡിസൈഡഡ് ടു മാരി സിൻഡ്രല്ല. ഈ രാജാവ് സിൻഡ്രല്ലേനെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു അല്ലേ. ഹി ഇൻവൈറ്റഡ് ഓൾ ദ പീപ്പിൾ ഇൻ ഹിസ് കൺട്രി ടു അറ്റൻഡ് ദ മാരേജ്. അപ്പം ഈ രാജാവിൻ്റെ രാജ്യത്തിലുള്ള എല്ലാവരെയും വിളിക്കുകയാണ് എന്തിനു വേണ്ടിയിട്ട്, കല്യാണത്തിന്. അപ്പോൾ ഒരു ഇൻവിറ്റേഷൻ കാർഡ് ഉണ്ടാക്കാനാണ് നമ്മളോട് പറഞ്ഞത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? യു ആർ ഇൻവൈറ്റഡ് ടുഗദർ വിത്ത് അവർ പാരൻസ് പ്രിൻസ് ആൻഡ് സിൻഡ്രല്ല ഇൻവൈറ്റ് യു ടു ജോയിൻ അവർ വെഡിങ് ഓൺ സൺഡേ 25th December 2024 at 10 AM. വെന്യൂ എവിടെയാണ്? പാലസ് ആണല്ലേ, കൊട്ടാരത്തിൽ വെച്ചിട്ടാണ്. ദ ബെസ്റ്റ് ഗിഫ്റ്റ് ഈസ് യുവർ പ്രസൻസ്. ഏറ്റവും നല്ല ഗിഫ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? നിങ്ങളുടെ പ്രസൻസ് ആണെന്ന്. അപ്പോൾ ഇങ്ങനെ ഒരു ബോർഡറൊക്കെ കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എഴുതാം. ടൈം വേണം, ഡേറ്റ് വേണം, ഇയർ വേണം, സ്ഥലം വേണം അല്ലേ, എന്നാലേ അവർക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇവൻറ്റ്സ് തരും, എന്നിട്ട് അത് അറേഞ്ച് ചെയ്ത് എഴുതാൻ വേണ്ടിയിട്ട് അല്ലേ. അപ്പം നമ്മളിവിടെ ഓൾറെഡി നമ്പർ ഇട്ട് വെച്ചിട്ടുണ്ട്, നിങ്ങളത് നോക്കി എഴുതുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെ ഒരു പാസേജ് എഡിറ്റ് ചെയ്യാനാണ്. ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. സെയിം ക്വസ്റ്റ്യൻ അല്ല, പക്ഷേ ഇതേ മോഡൽ ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ എഡിറ്റ് ചെയ്തിട്ട് നമ്മൾ അവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്, നിങ്ങളത് നോക്കി മാറ്റി എഴുതുക. ഓക്കെ, ആദ്യം ഹെർ അല്ല ഹിസ്സാണ് വരുന്നത്. അടുത്തത് ഒരു പി കൂടെ ആഡ് ചെയ്യണം, സ്റ്റെപ്പ്ഡ്. പിന്നെ ദുർഗയ്ക്ക് നമ്മൾ ക്യാപിറ്റൽ ഡി ആണ് കൊടുക്കുന്നത് അല്ലേ. പിന്നീടോ ഹിം ആൻ അല്ല എ. അവസാനം ടുവിൻ്റെ സ്ഥാനത്ത് ഓൺ കൊടുക്കുക. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, തോട്ട്സ് ഓഫ് സിൻഡ്രല്ല അല്ലേ. പക്ഷേ സിറ്റുവേഷൻ ഇതല്ലായിരുന്നു, ബട്ട് സിൻഡ്രല്ലയുടെ തോട്ട്സ് എഴുതാൻ വേണ്ടിയിട്ടാണ്. നമുക്കത് എഴുതി നോക്കാം. ഓക്കെ, നിങ്ങൾ സ്ക്രീൻ സ്റ്റോപ്പ് ചെയ്തിട്ട് എഴുതിയെടുക്കാം കേട്ടോ. ഓ സച്ച് എ ഗുഡ് ഡേ, ഐ ഡാൻസ്ഡ് വിത്ത് പ്രിൻസ്, ഇറ്റ് വാസ് എ മാജിക് മൊമെൻറ്റ്. ഒന്ന് ഭയങ്കര നല്ല ദിവസമായിരുന്നു, ഞാൻ രാജാവിൻ്റെ കൂടെ ഡാൻസ് കളിച്ചു, അത് ഭയങ്കര മാജിക് മൊമെൻ്റ് ആയിരുന്നു അല്ലേ. പ്രിൻസ് ഡെഫിനറ്റ്ലി ലൈക്സ് മീ, ഐ വോർ ബ്യൂട്ടിഫുൾ ഡ്രസ്, ഐ എം സോ ലക്കി, ഹി ഓൺലി ഡാൻസ് വിത്ത് മീ, ഹി മേ ബി സെർച്ച് ഫോർ മീ ആഫ്റ്റർ 12 അല്ലേ. രാജാവ് മേ ബി 12 മണിക്ക് ശേഷം എന്നെ തിരഞ്ഞിട്ടുണ്ടാവാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ. എല്ലാവരും എക്സാം നന്നായിട്ട് എഴുതിയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ബൈ.